മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയില്ലെന്ന ജനൻ TV വാർത്ത ശരിവെച്ച CAG റിപ്പോർട്ട്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരമില്ല. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കുറവാണ്. ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് വരുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നു. അടിമുടി കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് എതിരെ ഓരോ തെറ്റുകളും ചൂണ്ടിക്കാട്ടി ശക്തമായി വിമർശിക്കുകയാണല്ലോ CAG റിപ്പോർട്ട്, അല്ലേ രശ്മി? അതെ, മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന ഇല്ലെന്ന ജനം TV വാർത്തയാണ് CAG റിപ്പോർട്ടിൽ ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നത്. അടിമുടി ആരോഗ്യ മേഖലയെ കൃഷിരാജ് സൂചിപ്പിച്ച പോലെ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. കൊത്തിഘോഷിക്കപ്പെടുന്ന കേരള മോഡൽ അത്രയൊന്നും ഇല്ല എന്നുള്ളതാണ് CAGയുടെ കണ്ടെത്തൽ. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഡോക്ടർമാരില്ല. അതിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. നഴ്സുമാരും ഫാർമസിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരും ആവശ്യത്തിനില്ല. ഇതെല്ലാം ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുകയും രോഗികൾക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡുകൾ നിർദ്ദേശിച്ചിരുന്ന ഏറ്റവും കുറഞ്ഞ അവശ്യ സേവനങ്ങളിൽ പോലും അതുപോലും ആശുപത്രികളിൽ ലഭ്യമല്ലാത്ത സാഹചര്യം. ആർദ്രം മിഷന്റെ ഉദ്ദേശ ലക്ഷ്യം അത് നിറവേറ്റുന്നില്ല. 4 മെഡിക്കൽ കോളേജിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണമായ കാലതാമസമാണ് നേരിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ KMCL-നെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് CAGയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. മരുന്നുകൾ ആവശ്യത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാനും നടപടി ഉണ്ടായിട്ടില്ല. ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചത്. ആവശ്യത്തിന് മരുന്നില്ലാത്ത പരാതികൾ വലിയ വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട്. മരുന്നില്ലാത്ത അവസരങ്ങൾ 62,826 എണ്ണമാണ്. മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കിയിരുന്ന 1.64 കോടി പിഴ KMCL ഈടാക്കിയില്ല എന്നുള്ളതും CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ റവന്യൂ ചിലവ് കൂടുകയും മൂലധന ചിലവ് കുറയുകയും ചെയ്തതായി CAGയുടെ വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ടും നിരീക്ഷിക്കുന്നു. ഏതായാലും പ്രധാനമായും ആരോഗ്യ വകുപ്പിനെ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഡോക്ടർമാരുടെ എണ്ണത്തിലും നല്ല ചികിത്സ നൽകുന്നതിലും മരുന്നിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിലും ഇതിലൊക്കെ തന്നെ എപ്പോഴും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണ്, കേരളം മാതൃകയാണ് എന്നുള്ളത്. പക്ഷേ CAGയുടെ റിപ്പോർട്ട് ഓരോ വീഴ്ചകളും എടുത്തു കാട്ടുന്നതാണ്. അടിമുടി വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്, ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. അടിമുടി മരുന്നുകൾക്ക് ഗുണനിലവാര പരിശോധനയില്ല, ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ ഇല്ല. അങ്ങനെ തുടരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് CAG റിപ്പോർട്ടിൽ. ആ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.